ഹലോ കൂട്ടുകാരെ, ഇതിൻ്റെ രുചിയൊക്കെ ഇവിടെ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. കശുവണ്ടി വെച്ചിട്ടുള്ള തീയലാണ് കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കശുവണ്ടി തീയൽ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് അതിനകത്തുള്ള തീയലിനുള്ള കൂട്ട് തയ്യാറാക്കി വയ്ക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവുള്ളതും കാശ്മീരിയും രണ്ടും രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് 2 ഉള്ളിയും ഒരു ടീസ്പൂൺ മല്ലിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണേ. ഞാനിവിടെ എണ്ണയൊന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. എണ്ണ ചേർത്ത് വറുത്തെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. സാധാരണ നമ്മുടെ തേങ്ങയിലൊക്കെ എണ്ണയൊക്കെ ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ എണ്ണ ചേർക്കാതെ തന്നെ നോൺ സ്റ്റിക്ക് പാനിലാണ് എടുക്കുന്നത്. അല്ലാതുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഇതുപോലെ ചുമക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കശുവണ്ടി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പച്ച കശുവണ്ടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പം പച്ച കശുവണ്ടി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നമ്മുടെ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കശുവണ്ടി പരിപ്പ് നമ്മുടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഇതുപോലെ പച്ച കശുവണ്ടി പോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉലുവ, ഒരു 10-15 ഉലുവ ഇട്ടാൽ മതി കേട്ടോ, ഓവറായിട്ട് ഇടണ്ട. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തീയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലതുപോലെ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് കീറാതെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കീറാതെയാണ് ഇടുന്നത്. അപ്പോൾ എരിവ് ഒത്തിരി വരത്തില്ല. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി നമ്മുടെ തക്കാളിയുടെയൊക്കെ പച്ചച്ചോവ മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തീയൽ ഉണ്ടല്ലോ, തീയൽ കൂട്ട്, അത് നല്ലതുപോലെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്താണ് കേട്ടോ. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തീയൽ എത്ര ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കട്ടിയായിട്ട് വേണമെങ്കിലും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തീ അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് പുളി ഞാൻ ചേർത്തിട്ടില്ല. പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. കാരണം ഞാൻ എടുത്ത തക്കാളിക്ക് നല്ല പുളി ഉള്ളത് കൊണ്ട് വാളംപുളി ചേർത്തിട്ടില്ല കേട്ടോ. സാധാരണ ഇതിനകത്ത് തീയലിനകത്തൊക്കെ വാളംപുളി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാളംപുളി ചേർക്കാം കേട്ടോ. ലാസ്റ്റ് അതിനകത്തേക്ക് എണ്ണയ്ക്കകത്ത് തേങ്ങ കൊത്തും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ടിട്ടുണ്ട്. ഇരട്ടിയായിട്ടോ, അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടി പരിപ്പ് തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തുകൊണ്ടൊക്കെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.